ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിക്ക് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു. ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയ തുമ്മലാണ്. തുമ്മി 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 തല പൊളിയുന്നൊരവസ്ഥയില്ല, അതേപോലെയായിരുന്നു. വൈകുന്നേരം വന്ന് ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങി. ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ. എന്താ അറിയില്ല, അങ്ങനെ ഇപ്പം കുറച്ച് നാളായി എനിക്കിങ്ങനെ ഭയങ്കര അലർജിക് പ്രശ്നങ്ങൾ തോന്നിയിട്ട്. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്ന് ഓഫീസിൽ പോകണ്ട, ഇന്ന് ലീവ് എടുക്കാം, വർക്ക് ഫ്രം ഹോം വേണ്ട വിചാരിച്ചിട്ട് ഞാനൊരു സിക്ക് ലീവൊക്കെ പറഞ്ഞിട്ട് ഇന്നിങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 9 മണിയൊക്കെ എപ്പോഴാണ് എണീറ്റത്. രാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് വീണ്ടും കിടന്നതാണ്. അപ്പോൾ അജുക്കായാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല. കാരണം അജുക്കക്ക് 11 o'clock ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് അജുക്ക് പറഞ്ഞു ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചോളാം, നിനക്ക് വേണ്ടത് ഓർഡർ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ ഓക്കെയാണ്. ആ ഒരു മരുന്ന് കഴിച്ച് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും ഞാനൊന്ന് ഓക്കെ ആയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. 9 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല കിച്ചൺ നല്ല മെസ്സായിരുന്നു. കാരണം ഇന്നലെ തീരെ വയ്യാത്തത് കൊണ്ട് ഒന്നും ചെയ്തില്ല. വൈകുന്നേരമാണെങ്കിൽ ഞാൻ അജുക്കാക്ക് ദോശയും അതുപോലെ ഓംലെറ്റുമാണ് കൊടുത്തത്. ഞാൻ പിന്നെ തൽബീന ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ തലേന്ന് തന്നെ ദോശമാവിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല, ഇന്ന് ദോശമാവ് തീരെ പൊങ്ങിയിട്ടില്ല. സാധാരണ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കി പൊങ്ങിയിരിക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇന്നെന്തോ ഭയങ്കര തണുപ്പായതുകൊണ്ടായിരിക്കും തീരെ പൊങ്ങി വന്നില്ല. ഞാൻ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഇഡ്ഡലിയും അതുപോലെ ടൊമാറ്റോ ചട്നിയാണ്. പിന്നെ നമ്മുടെ നെയ്ബറല്ല, നമ്മുടെ ഓണർ ആൻറ്റി വന്നിട്ട് കറണ്ട് ബില്ല് വന്ന കാര്യമൊക്കെ പറഞ്ഞു. അതാണ് കേട്ടോ കറണ്ട് ബില്ല് മേടിച്ചു തന്നെ. അപ്പോൾ പിന്നെ ഞാൻ ഇനി കുക്കിങ്ങിലോട്ട് കിടക്കുവാണ്. അപ്പം പറഞ്ഞ പോലെ ഇഡ്ഡലിയും ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. എല്ലാം എളുപ്പത്തിലുണ്ടെന്ന് ഉണ്ടാക്കും, ഒരുപാട് ഹെവി ആയിട്ടൊന്നും വേണ്ട. പിന്നെ ഇഡ്ഡലിക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി ചട്നി മാത്രം നോക്കിയാൽ മതി. പിന്നെ ചോറിനാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരി പിന്നെ മോര് കറി ഫ്രിഡ്ജിലുണ്ട്. അപ്പം അതുണ്ടാക്കാനാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കിച്ചണൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട്. പാത്രമൊന്നും കഴുകുന്നില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വെറുതെ അതിലേക്ക് തന്നെ ചെയ്യുമ്പോൾ എന്തോ പോലെ. പാത്രം എല്ലാം കൂടി ലാസ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഞാൻ ആദ്യമേ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച മോരല്ല, നമ്മുടെ മോര് കറി എടുത്തിട്ട് പുറത്ത് വെച്ചു. പിന്നെ പച്ചക്കറി ആയിട്ട് മെയിനായിട്ടുള്ളത് പാവയ്ക്കയാണ്. അപ്പോൾ ഞാൻ പിന്നെ പാവയ്ക്ക ഉപ്പേരി പോലെ വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട്. അതാകുമ്പം അതിൽ നിന്ന് കുറേ വിഷമൊക്കെ അടിച്ചിട്ടുണ്ടാക്കണതല്ലേ, അപ്പോൾ ഉപ്പ് വെള്ളത്തിലിടുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ അങ്ങനെ ചെയ്ത് വയ്ക്കുന്നുണ്ട്. കൂടെ തന്നെയുള്ള വേസ്റ്റുകൾ ഒരു പാത്രത്തിലോട്ട് അപ്പം തന്നെ മാറ്റുവാണെങ്കിൽ അവിടെ അങ്ങനെ മെസ്സായി കിടക്കുന്നത് കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് നമ്മുടെ ദോശമാവ് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ അത് മാറ്റിയാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മോര് കറി വേറെ പാത്രത്തിലോട്ട് മാറ്റി. എന്നിട്ട് ആ മോര് കറിയുടെ പാത്രത്തിൽ ഞാൻ നമ്മുടെ ദോശമാവ് ഒഴിച്ച് വെച്ചു കേട്ടോ. ഇവിടെ പാത്രങ്ങൾക്ക് കുറച്ച് അവൈലബിലിറ്റി കുറവുണ്ട്. അപ്പം ഞാൻ ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് റെഡിയാക്കും. പിന്നെ ഞാൻ ഇഡ്ഡലി തട്ടിൽ ബട്ടർ തേക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇഡ്ഡലി വിട്ട് കിട്ടും. സത്യം പറഞ്ഞാൽ ഇഡ്ഡലി മാവ് പൊങ്ങി വന്നില്ലെങ്കിലും പക്ഷേ ആദ്യമേ തന്നെ പൊങ്ങി വന്നില്ലെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ലതായി തോന്നി കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഈ ബട്ടറിൻ്റെ കാര്യം, അത് ഭയങ്കര നല്ലൊരു അടിപൊളി ഐഡിയ ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഇഡ്ഡലിയൊക്കെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ഞാൻ ഇന്നലെ കുറച്ച് തക്കാളി ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി കൂടുതലായിപ്പോയി, അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു 3 തക്കാളിയും ഒരു വലിയൊരു സവാള ഒരു പച്ചമുളകൊക്കെയാണ് എടുത്തത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓണർ ആൻറ്റി വീണ്ടും വന്നിട്ട് നമുക്ക് രണ്ടൊരു വഴുതനങ്ങ തന്നിട്ടോ. ആൻറ്റി അത് ടെറസിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാൻ ചട്നിക്ക് വേണ്ടിയുള്ള ഇതൊക്കെ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ഇടയിൽ അജുക്കാനെ പോയി വിളിക്കണം കേട്ടോ. എനിക്ക് ആളെന്നോട് ഒരു 9:45 10 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം മറന്നുപോയി. പിന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇപ്പോൾ റെഡി വന്നിട്ടുണ്ടായി. അപ്പോൾ ഇഡ്ഡലി പാത്രം മാറ്റിയിട്ട് ഞാൻ പച്ചക്കറികളല്ല നമ്മുടെ ചട്നിയൊക്കെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ പണ്ട് ഒരു 2 വർഷമൊക്കെ മുന്നേ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല ഫ്ലോപ്പായിപ്പോയി. കാരണം അന്നത്തെ ഫ്ലോപ്പ് ആകാനുള്ള കാരണം ഇന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അന്ന് ഞാൻ നന്നായിട്ട് തക്കാളി വഴറ്റിയിട്ടുണ്ടായില്ല. അതൊരു കയ്പ്പൊക്കെ പോലെ മൊത്തത്തിൽ കളഞ്ഞു വന്നിട്ട്. പക്ഷേ ഇന്നത്തെ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പാവയ്ക്കൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ചോപ്പറിലാണ് ഇവിടെ പൊതുവെ എല്ലാ കാര്യങ്ങളും
ചെയ്യുക. സത്യം പറഞ്ഞാൽ ചോപ്പർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിലെങ്കിൽ എന്തായാലും വാങ്ങിച്ചു വെച്ചോ. കാരണം ചോപ്പർ വെച്ചിട്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയും. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെയാണ് കട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചട്നിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് ഞാനൊന്ന് താളിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാനിതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കുന്നത്. സ്വന്തമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കി ശീലമില്ല. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട്. അജുക്ക് ഭയങ്കര ഭക്ഷണപ്രിയനാണ്. ഞാനും അതുപോലെ ഇഷ്ടമാണ് എനിക്ക് ഉണ്ടാക്കും ഭക്ഷണം. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് ഇപ്പം ഹോംലി ഫുഡായിട്ട് തന്നെ എല്ലാം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. മാക്സിമം പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഒഴിവാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ അജുക്ക് എഴുന്നേറ്റപ്പോൾ അജുക്ക് ഫുൾ ഹറിബറി പെട്ടെന്ന് വേണം എന്നൊരു സാധനമായി. കാരണം ആൾക്കിവിടെ നിന്ന് 10:15 ആകുമ്പോഴത്തേനും ഇറങ്ങണം. ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്തതുകൊണ്ട് എല്ലാം നല്ല സ്ലോ ആയിട്ടല്ല ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോപ്പർ പണി മുടക്കിയിട്ട് ഞാൻ വേറൊരു ചോപ്പർ എടുത്തു. ആക്ച്വലി അത് രണ്ടാമത്തെ ചോപ്പറും വലിയ രസമില്ലായിരുന്നു. അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയി ഫുള്ള് നിലത്തോട്ടൊക്കെ ആയി. അതങ്ങനെ ഒരു പ്രശ്നം. അത് കൂടാതെ ഞാൻ തക്കാളി ചമ്മന്തി അരച്ച സമയത്ത് അതിൻ്റെ ക്യാപ്പ് തുറന്നു പോയിട്ട് അതും കുറേ അവിടെയായി ഫുള്ള്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ല ആദ്യമേ തന്നെ നമ്മുടെ ദോശ ബാറ്റർ പൊങ്ങി നിന്നില്ല. ഫുള്ളൊരു ഒരു രസമില്ലാത്തൊരു മോർണിംഗ് ആയിരുന്നു. എന്നിട്ട് അപ്പോൾ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് പിന്നെ ഞാൻ അജുക്ക റെഡിയൊക്കെ ആയി വന്നപ്പോഴത്തേനും ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഒരുമിച്ചിരുന്ന് രാവിലെ ഫുഡ് കഴിക്കുക. ഞങ്ങൾ മെയിനായിട്ട് രാവിലെയാണ് ഒരുമിച്ചിരിക്കുന്ന ഒരു നേരമേ ഉള്ളൂ. വൈകുന്നേരം അജുക്ക കുറച്ച് ലേറ്റായി വന്നതുകൊണ്ട് ഞാൻ വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നേരത്തെ ഫുഡ് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഓഫീസുകളിലായിരിക്കില്ലേ. അപ്പോൾ രാവിലെ ഞങ്ങൾ മാക്സിമം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചട്നി. ഞങ്ങൾക്ക് രണ്ടാൾക്കും പൊതുവേ ഈ തക്കാളിയോട് വലിയ പ്രിയമില്ല. പക്ഷേ എന്തോ ഇതുണ്ടാക്കിയപ്പോഴും അതുപോലെ ഇന്നലെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയപ്പോഴും അജുക്ക് ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇന്നത്തെ തക്കാളിയും കൊണ്ടൊരു കളി എന്ന് പറഞ്ഞാൽ എന്താ പറയട്ടെ. അജുക്ക് ഒരു ദിവസം കടയിൽ പോയപ്പം കുറേ തക്കാളി വാങ്ങിച്ചിട്ട് വന്നു. 1 കിലോക്ക് അത്രയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഞാനൊരു വീക്ക്ലി ബേസിസിലാണ് വെജിറ്റബിൾസ് വാങ്ങണത്. അപ്പോൾ അത് ഭയങ്കര കൂടുതലായിപ്പോയി. അപ്പോൾ ഞാനത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോ ദിവസം ഓരോ പോലെ ഉണ്ടാക്കി തീർക്കുകയാണ് കേട്ടോ മാക്സിമം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അജുക്കയുടെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. അജുക്കൊക്കെ തക്കാളി ചട്നി ഇഷ്ടമായതുകൊണ്ട് അതും വെച്ചോളാൻ പറഞ്ഞു. പിന്നെ മോര് കറി പാവയ്ക്ക തോരൻ ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സിലേക്കുള്ളത്. പിന്നെ ഞാൻ ഒരു ആപ്പിൾ കൂടി ഡെയിലി കൊടുത്തു വിടും കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സ് പാക്കിങ് കഴിഞ്ഞു. അജുക്ക ഹറിബറി ആക്കിയത് കൊണ്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ ചോറ് വെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അടുത്ത സെറ്റ് ഇഡ്ഡലി കൂടി വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അജുക്ക പോകാൻ സമയമായി. ഞാൻ കാരണം അധികം കഴിച്ചില്ല. എനിക്കിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി അജുക്ക പോയ ശേഷം കുറച്ചുകൂടി എടുത്തിട്ട് ഞാനൊരു ഫിലിമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫിലിമൊക്കെ കണ്ടിട്ട് പിന്നെ കുറേ നേരം ഒരു 2 മണിയൊക്കെ ആവാറായപ്പോഴാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് എണീക്കുന്നത്. കുറേ നേരം ഫോണിൽ നോക്കി ഫിലിം കണ്ട് അങ്ങനെയൊക്കെ കുറേ സമയം കഴിഞ്ഞു. ഭയങ്കര മടി പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ഇതായിരുന്നു. ഞാൻ അടുക്കളയിൽ വേറെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ മടീനെയൊക്കെ ഒന്ന് ഒഴിവാക്കി. കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞാൽ മടി പിടിച്ചിരുന്ന അതൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ കിച്ചണൊന്ന് ക്ലീൻ ആക്കും കേട്ടോ. കിച്ചൺ സത്യം പറഞ്ഞാൽ ക്ലീൻ ആക്കിയാൽ ഭയങ്കര സമാധാനമാണ്. വേറെ അധികം പണി നമുക്ക് ഉണ്ടാവില്ല. മെയിനായിട്ട് കിച്ചൺ ക്ലീൻ ആക്കലാണ് കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ ഞാൻ ചട്ടപ്പട്ടയെന്ന് പറഞ്ഞ് ക്ലീനാക്കി. എന്ത് രസമല്ലേ ചട്ടപ്പട്ടയെന്ന് പറഞ്ഞ് ക്ലീനാക്കാൻ. ഇപ്പോൾ എല്ലാം നമ്മുടെ റെഡിയായി. പിന്നെ ഞാൻ നിലമൊന്നും തുടയ്ക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചൺ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മറ്റേ സവാള ഇട്ട് വെക്കണ ബോക്സാണ്. ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചു. എന്നിട്ട് വേണം അതൊക്കെ തട്ടാൻ വേണ്ടി. കുറച്ച് സവാളയൊക്കെ ഉള്ളൂ ഈ ആഴ്ച. കാരണം ഈ ആഴ്ച പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അപ്പം നമ്മുടെ അടുക്കള നല്ല വൃത്തിയായിട്ടുണ്ട്. ഞാൻ നേരെ ഇവിടെ കറണ്ട് പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഒക്കെ ഒന്ന് ഒതുക്കി. ഞാൻ തുടച്ചിട്ടൊന്നുമില്ല, എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ടുള്ളൂ. കാരണം എന്തായാലും നമ്മൾ ഞായറാഴ്ച ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ശനിയാഴ്ച ആകുമ്പോഴത്തേനും ഒന്നും കൂടെ അടിക്കാനുള്ളതാണ്. പിന്നെ മെഷീനിൽ കൂടി ഇട്ടിട്ടുണ്ട്. ഡ്രസ്സ് അതിലേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിട്ടു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയില്ല. അപ്പം സ്വിച്ച് മാറിപ്പോയി. ഓക്കെ, അപ്പം മെഷീനും കൂടി വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പോയി കുളിക്കാനുള്ളൂ. അപ്പോഴത്തേനും എല്ലാ പണിയും നമ്മുടെ ഇന്നത്തെ കഴിയും. അത് തന്നെ വർക്ക് ആയിക്കോളും. പിന്നെ ഞാൻ ഉണ്ടോ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് അടിച്ചു വാരി. ഈ റൂമാണ് എന്നെ കൂടുതലും അടിച്ചാക്കണം. ഞാൻ പണ്ട് ഹോളി മാത്രം അറിഞ്ഞിരിക്കുകയുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈ റൂമിൽ കയറിയിട്ട് ഫോണിലൊക്കെ നോക്കിയിരുന്ന് അവിടെ തന്നെ കിടക്കും. എത്ര നേരം കിടക്കണേന്നറിയോ. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെയും ഒന്നും ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ അലമാരിയിൽ ഫുള്ള് സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അടിയിൽ ചെറിയ ബാഗുകളിലൊക്കെ ആയിട്ട് നമ്മുടെ ഓരോ വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളില്ല അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. ഇനി നമുക്കിങ്ങനെ സ്കിൻ കെയർ സാധനങ്ങളും അതും വയ്ക്കാൻ നമുക്ക് വേറെ പ്രത്യേക സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചേക്കണം. എന്തെങ്കിലും കബോർഡോ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കിനി പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ നിസ്കരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് ശേഷം എനിക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ചെയ്തു വയ്ക്കുന്നത് മോർണിംഗ് തന്നെയാണ്. അതായത് ഫുഡാണെങ്കിലും ഫുഡ് പ്രിപ്പറേഷൻ ആണെങ്കിലും ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് ഓതാനൊക്കെ ഉണ്ട്, അതൊക്കെ കൂടുതലും രാവിലെ തന്നെയാണ് ചെയ്യണത്. എനിക്ക് രാത്രിയാകുമ്പോൾ ഭയങ്കര ഒരു മടി പോലെ തോന്നും. സോ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെ ചെയ്തു വയ്ക്കും. അതുപോലെ തന്നെ ഇപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തീർത്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയാണെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ആയിരിക്കും ഉണ്ടാക്കുക, കാരണം ചട്നി ഉണ്ട്. ഇനി എന്തെങ്കിലും നാളത്തേക്കുള്ളത് കട്ട് ചെയ്ത് വെച്ചാൽ മതി. മാക്സിമം കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്ത് വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.